ശ്രീ VPP മുസ്തഫ, അതിൽ സംഭവിച്ചത് അദ്ദേഹം എനിക്ക് തോന്നുന്നു ആ വീഡിയോയുടെ ഭാഗമായി ആ സബ്മിഷൻ, ആ രേഖ കാട്ടുന്നുണ്ട്. ആ രേഖയിൽ താങ്കൾ പറഞ്ഞതുപോലെ അത് കൃത്യമായി വായിച്ചാൽ അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയാം. പക്ഷെ അവിടെ സംഭവിച്ചത് അതിലെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റി മറ്റു ചിലത് കൂട്ടിച്ചേർത്തു. അതായത് NDF-നെ കുറിച്ചുള്ള ആരോപണം, ആക്ഷേപം വെട്ടിമാറ്റി അത് മലപ്പുറത്തിൻ്റെതാണെന്ന് ചേർത്ത് വെച്ച് അതിന്റെ തുടർച്ചയായുള്ള ഭാഗം അദ്ദേഹം പരാമർശിക്കുന്നില്ല. അപ്പോൾ കേൾക്കുന്നവർക്ക് സ്വാഭാവികമായും കണ്ണനിത മലപ്പുറത്തെ അതുവഴി മുസ്ലിങ്ങളെ ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ഒരു വ്യാജ നിർമ്മിതിയായിരുന്നു അത്, അല്ലാതെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതല്ല. അവ കള്ള പ്രസ്താവന നടത്തുക മാത്രമല്ല, കള്ള രേഖ നിർമ്മിക്കുകയും കൂടി ചെയ്തു. നിങ്ങൾ നോക്കൂ, നിയമസഭാ രേഖ പോലെ ഒരു പബ്ലിക് ഡോക്യുമെന്റ് അതിനകത്ത് തിരുത്തൽ വരുത്തി അത് ഫേക്ക് ഡോക്യുമെന്റ് ആക്കി മാറ്റി. അപ്പൊ എത്ര വലിയ ഭീകര പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഇതൊരു സാധാരണ പ്രവർത്തനമല്ലല്ലോ. ഒരു മാധ്യമ പ്രവർത്തകൻ അയാള് ഒരു ജമാഅത്തെ ഇസ്ലാമി പോലെ ഒരു മതവാദ സംഘടനയുടെ, മതരാഷ്ട്ര സംഘടനയുടെ ആളുമായിരിക്കുന്നു. അദ്ദേഹത്തിന് എതിർപ്പുള്ള ഒരു രാഷ്ട്രീയത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് വിയോജിപ്പുള്ള ഒരു രാഷ്ട്രീയത്തെ വിമർശിക്കാൻ വേണ്ടി കള്ള പ്രസ്താവന നടത്തുകയും നിയമസഭാ രേഖ പോലെ ഒരു പബ്ലിക് ഡോക്യുമെന്റിനെ വക്രീകരിച്ച് വ്യാജ നിർമ്മിതി നടത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭീകരവാദ പ്രവർത്തനമല്ലാതെ മറ്റെന്താണ്? തീർച്ചയായും.